ഹായ് ഹലോ. ഞാൻ ഇവിടെ പറഞ്ഞതാ. ഞാൻ ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് അരുണ് എന്താന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് ഈ ബാഗിലൊന്ന് ഇട്ടൊരു കൈ ഒഴിവില്ലാഞ്ഞിട്ട് ഇതൊന്ന് ഈ ബാഗിലിട്ട് തരൂ. ദോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്താ വെച്ചാൽ ചെറിയൊരു ഷോപ്പിംഗ്. അപ്പം നിങ്ങളൊക്കെ ചോദിക്കുക എനിക്ക് ഷോപ്പിംഗ് മാത്രമേ പരിപാടിയുള്ളൂ എന്ന്. അതെ, ഷോപ്പിംഗ് മാത്രമേ പരിപാടിയുള്ളൂ. ജീവിച്ച് പൊക്കോട്ടെ ആശാനെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ദീപാവലി അല്ലേ വരുന്നത്. മഹാലക്ഷ്മി പോയ ദീപാവലി മുട്ടായിട്ടല്ലേ മോള് പറഞ്ഞത് മേടിച്ചു കൊടുക്കാൻ. അപ്പൊ ദീപാവലിക്ക് വേണ്ടിയിട്ടൊരു കോസ്റ്റ്യൂം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതോടെ ഒന്ന് ബാഗിലിട്ട് തരും. അപ്പോൾ പോകുന്നത് കോഴിക്കോടാണ്. കൂടാതെ അരുണേട്ടൻ ഉണ്ട്. പക്ഷെ അരുണേട്ടൻ പോരുന്നില്ല കേട്ടോ. അരുണേട്ടൻ എന്നെ ഒറ്റയ്ക്ക് വിടുക. ഒറ്റയ്ക്ക് അരുണേട്ടൻ വിടുകയാണ് ചെയ്യുന്നത്. വണ്ടിമേലായതുകൊണ്ട് ബാഗ് കംഫർട്ടിന് ഇങ്ങനെ ഇട്ടതാ. അപ്പം മോനുണ്ട് കൂടെ. മോൻ പൂന്നൂർ പോയിട്ടുണ്ട്. അപ്പം അവന് ബാഗ് മുമ്പോട്ട് വെക്കാം. അവന് ഉള്ളിയേരിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തിണ്ടാവില്ല. വീണല്ല, ചിരിക്കല്ലേ. അങ്ങനെയാണ് വണ്ടിപ്പ കയറിയിട്ടുണ്ട്. എന്നോടാണോ അങ്ങോട്ടേക്ക്. അപ്പൊ എന്റെ കൊടുക്കും. അതെന്താ എനിക്ക് ബാധകമില്ലാത്ത? ഉള്ളിയിലെത്തി. മോനെത്തിയില്ല. മോനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. മോൻ ബാലുശ്ശേരി എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ ഫാൻസിയിലൊന്ന് കയറട്ടെ. കാത്തിരിപ്പിനൊടുവിൽ മകൻ വന്നു. മകൻ വന്നതിന് ശേഷം പിന്നെ നേരെ അടുത്ത ബസ് കയറിയിട്ടോ. ബസ്സിൽ കയറിയാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ചില ബസ് കേട്ടോ, എല്ലാ ബസ്സും അറിയില്ല, ചില ബസ്സിൽ ടിക്കറ്റ് എടുക്കാറില്ല. അരുണിൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ബസ്സിലാണ് ഞാൻ കയറിയിരുന്നത്. അപ്പം പൈസ മേടിച്ചില്ലാതെ ഇതാണ് ഡ്രൈവർ ചേട്ടൻ്റെ നേരെ പുറകിലായിരുന്നു ഇരുന്നത്. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി. ഇങ്ങോട്ട് ചാടടാ വരുമ്പോ അയ്യേ ഇനി അങ്ങോട്ട് ചാടണ്ടേ. ഇവിടുന്നോട്ട് അയ്യേ ആൾ തന്നെ ചാടുക. റോട്ടിലൊന്നായിട്ട് വെള്ളം ഗൈസ്. എന്റെ അമ്മ വെയിലൊക്കെ വണ്ടി പോണേ. ശരിക്കും അവിടെ നമ്മള് ഷോപ്പ് പോക്കില്ലേ, എന്താ സന്തൂറോ മഴ പെയ്തു. കൊട വേണ്ടേ? ഓടാ എന്റെ കൂടെ ചെറിയൊരു കൊടയാണ്. അന്നപ്പോ മഴ പെയ്തു. ഇപ്പൊ ചോർച്ചുണ്ട്. കൊട വേണ്ടല്ലേ? കൊടയും കൊണ്ട് നടക്കാൻ സേഫാവും.
നടക്കുന്നത് ബ്ലോക്കുമാണ്. ബാക്കി ഷോപ്പിലെത്തിയിട്ട് ഗ്ലാസിൻ്റെ മുകളിൽ വെള്ളം വീണിട്ട് ഇങ്ങനെ മങ്ങി ഞങ്ങൾ കാണുന്നത്. ഓക്കെ, അങ്ങനെ സംഗീതിലെത്തി. സംഗീതാട്ടോ ഷോപ്പിൻ്റെ പേര്. അപ്പം എത്തിയപാടക്ക് ഞാൻ ധാവണിയുടെ സെക്ഷനാണ് നോക്കിയത്. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ഓണത്തിനേക്കാണ് അവർ ധാവണി ഈ പട്ടുപാവാടയൊക്കെ ഇറക്കിയത്. എന്നതിന് ശേഷം അവരവിടെ അങ്ങനെ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ഉള്ളതാണെങ്കിലും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് അതിനേക്കാട്ടിലും ഇഷ്ടമായത് ഏതാണെന്ന് വെച്ചാൽ ഇതേ ഈ ഒരു റോസാട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് 2500 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു റേഞ്ച് വേണ്ടാത്തത് കൊണ്ട് ഞാനതെടുത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എനിക്ക് ഹേറ്റേഴ്സാണ് കൂടുതലെന്ന്. അത് ചുമ്മാതാട്ടോ. ഈ സ്റ്റാഫുകളൊക്കെ വന്ന് എന്നോട് കഥ പറയുന്നത്, എൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നതാട്ടോ. ഞാൻ അവിടെ പോയിട്ട് കുറേ കാലമായി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 വർഷത്തിൻ്റെ ശേഷമാട്ടോ ഞാൻ അവിടെ പോകുന്നത്. എന്നാൽ പോലും സ്റ്റാഫുകളൊക്കെ എന്നെ തിരിച്ചറിഞ്ഞു. എല്ലാവരും വന്ന് സംസാരിച്ചു. നല്ല സ്റ്റാഫുകളാട്ടോ. എടുത്തു വെച്ച് പറയണം അവിടുത്തെ സ്റ്റാഫുകളെ പറ്റി. എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, സ്നേഹമാണെന്ന് തന്നെ പറയാം. ഈ താത്തനെ ഞാൻ കുറേയായിട്ട് സ്വീപ്പാക്കി കേട്ടോ. എനിക്ക് ഫുള്ള് എടുത്ത് തന്നത് ഈ താത്തയാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇഷ്ടമായി എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു 2500 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്ര റേഞ്ച് വേണ്ടായിരുന്നു. ഞാനൊരു 2000-ൻ്റെത് എടുക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് എന്നോട് പറയുന്നത് 2000-ൻ്റെതല്ല 1000-ൻ്റെത് വേറെ ഉണ്ട്, അതെടുക്കുന്നോ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് എവിടെ എന്ന് ചോദിച്ചിട്ട് നോക്കിയതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കളക്ഷൻ ഇല്ലെങ്കിൽ പോലും ഉള്ളതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് നോക്കുകയാണ്. ആ റോസാണ് എൻ്റെ കണ്ണ് കുരുങ്ങിയത്. അപ്പോൾ ഇതെനിക്ക് അവർ കാണിച്ചു തന്നു. ഇത് വെറും 1000 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ശരിക്കും ഞാൻ കണ്ണ് തള്ളിപ്പോയിട്ടോ. പുറത്ത് നമുക്ക് നല്ല പ്രൈസ് വരുന്നതാണ്. അങ്ങനെ ഞാനതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ? 1000 രൂപക്കൊക്കെ ഇത് നല്ല വേർത്തായിട്ട് നമുക്ക് തോന്നൂലേ? ഈ ഒരു തുണി എടുത്തിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കുമ്പം സ്റ്റിച്ചിങ് ചാർജ് തന്നെ നമുക്ക് 500 രൂപയോ 600 രൂപയൊക്കെ വരും. അങ്ങനത്തെ ആ ഒരു സംഭവത്തിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് നല്ല ലാഭമാട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇഷ്ടം പോലെ കളക്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഷാളുമാണ്. ധാവണി ഉടുത്തത് കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് കേട്ടോ. തൽക്കാലം നമ്മൾ ട്രയലിട്ട് നോക്കിയതാണല്ലോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന്. അത് അവരെന്നോട് മുല്ലപ്പൂ വെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുല്ലപ്പൂവും ഒരു പൊട്ടും ഒക്കെ കുത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്, കമ്മലിടൂലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സംഗീതത്തിലുള്ള സ്റ്റാഫുകൾ അത് ഭയങ്കര എടുത്ത് വെച്ച് വീണ്ടും നമുക്ക് പറയണം. കാരണം ഷോപ്പികളിലെ സ്റ്റാഫുകളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ ഒറ്റക്കാന്ന്. പക്ഷേ ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ ഒറ്റക്കല്ല, നമുക്ക് ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് ആ ഒരു സമയവും കൂടിയാട്ടോ. എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു എനിക്ക് ആരുമില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ നമുക്ക് ആരും ഇല്ല എന്നുള്ളതിന് ആ ഒരു പറഞ്ഞതിന് ഒരു കാര്യമില്ലാതായി പോകുന്നൊരു സാഹചര്യം പോലെ എനിക്ക് തോന്നിയിട്ടോ. കാരണം അത്രയും ഇന്നെല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചിട്ട് തന്നെയുണ്ട്. അതേപോലെ വേറെയും പിന്നെ കുറേ ഞാൻ നോക്കി. ഞാൻ 2 ധാവണി എടുക്കാനായിരുന്നു നോക്കിയത്. പിന്നെ എനിക്ക് പറ്റിയ ധാവണി അവിടെ വേറെ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, എനിക്ക് സൈസില്ല. എല്ലാ ഷോപ്പ് പോകുമ്പോഴും ഉള്ളത് പോണം പ്രശ്നമാണ് അവിടെയും.
അവിടെയും സൈസ് ഇല്ലാത്തൊരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് തടിയുണ്ട് എന്ന്. എനിക്ക് ഭയങ്കരമായിട്ടൊന്നും തടിയില്ല കേട്ടോ. ഞാൻ എക്സലാണ് എടുക്കാറ്. എനിക്ക് ലാർജ് ആയിരുന്നു, പക്ഷേ എക്സലാണ് എനിക്ക് ഇപ്പം വേണ്ടത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ലാർജാണ്. അത് എനിക്ക് പറ്റുമോയെന്ന് ചോദിച്ചാൽ പറ്റും. അവർ ചോദിച്ചു നീ ഒന്ന് ട്രയലിട്ട് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ട്രയലിടാൻ നിന്നിട്ടില്ല. ട്രയലിട്ടിട്ട് അത് പറ്റാതെ വന്ന് എനിക്ക് കൈയിൻ്റെ ഒരൊറ്റ വിഷയമാണ്, കൈ കയറാത്തൊരു പ്രശ്നം വരുന്നതാണ്. അങ്ങനെ തപ്പി ഞാൻ അവിടെ തപ്പലോട് തപ്പൽ. അങ്ങനെ ധാവണി നോക്കിങ്ങാനൊരു സൈഡായ സമയത്ത് പിന്നെ പാവാടയും കുപ്പായവുമാണ് നോക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ എനിക്ക് സൈസ് ഇല്ല, 1-2 എനിക്ക് പറ്റുന്ന സൈസുള്ളൂ. അപ്പോൾ ഈ സ്കേർട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അത് സ്മോൾ സൈസാണെന്ന് പറഞ്ഞു. അപ്പോൾ കറുത്ത പാവാട, ഞാൻ എന്ന് വെച്ചാൽ പട്ടുപാവാടയിലൊക്കെ കറുപ്പ് കളർ ഞാൻ ഫസ്റ്റ് ടൈം കാണുക കേട്ടോ. അങ്ങനെ അതൊന്ന് നോക്കി. ആ പാവാടയും കുപ്പായവുമായിട്ട് ഒരുപാട് ഉണ്ട്. ഈ വൈറ്റ് കളർ തന്നെ ഞാനെടുത്ത ധാവണിയുടെ ആ ഒരു മോഡലിൽ തന്നെയുണ്ട്. പിന്നെ ഞാനെടുത്ത ഈ ഒരു പിങ്കും ഒക്കെ 1500 ആ ഒരു റേഞ്ചിൽ വരുന്നത്. അപ്പം ഞാൻ 1000-ൻ്റെ 2 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് അതും ഞാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഈ ഒരു വൈറ്റ് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഒരു വെറൈറ്റി ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്താക്കി, അതൊന്ന് ട്രയലിട്ട് നോക്കാം. എല്ലാം പഫ് കൈയാണല്ലോ ഇടാറ്. ഫുൾ കൈ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും. സലീം കുമാർ പറഞ്ഞതിൻ്റെ അതിൽ മുദ്ര ഒന്ന് മാറ്റി പിടിച്ചതായിരുന്നു, പക്ഷേ വളരെ ബോറായിട്ടാണ്. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ എൻ്റെ മോൻ പറഞ്ഞു വളരെ ബോറാണുമ്മ, അതെടുക്കല്ലേ എന്ന് പറഞ്ഞു. സ്റ്റാഫ് പറഞ്ഞു ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മോനാണ് എൻ്റെ കോൺഫിഡൻറ്റ്. അവൻ വേണ്ടാന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ അത് നോക്കിയില്ല. പിന്നെ അതിന് തന്നെ ബ്ലാക്ക് പാവാട വെച്ചിട്ട് നോക്കി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പട്ടുപാവാടയും കുപ്പായവും ആണെന്ന് പറയാൻ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അത് അങ്ങനത്തേതാണ് എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അതും ക്യാൻസൽ ചെയ്തു. പിന്നെ ഞങ്ങൾ തപ്പൽ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു പഫ് സ്ലീവ് ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കേർട്ടിന് പഫ് സ്ലീവ് നന്നായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ അതൊന്ന് ട്രയലിട്ട് നോക്കിയാലല്ലേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇട്ട് നോക്കി കയറുന്നില്ല. അങ്ങനെ അതും മാറ്റി പിന്നെ നമ്മൾ ചുരിദാർ സെക്ഷനിലേക്ക് പോയി നോക്കി കേട്ടോ. ചുരിദാർ എനിക്ക് അനാർക്കലി മോഡലാണ് വേണ്ടത്. അപ്പോൾ സദാ മോഡലും അനാർക്കലിയും എല്ലാ ടൈപ്പും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഓരോന്ന് തപ്പി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ സ്റ്റാഫ് വളരെയധികം കഷ്ടപ്പെട്ട് തപ്പി പിടിച്ചെടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ വേറെ കുറച്ച് കളക്ഷൻ ഉണ്ട്, നമ്മൾ അവിടെ പോയി നോക്കുക എന്ന് പറഞ്ഞു. നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന കുറേ ഡ്രസ്സുകളുണ്ടല്ലോ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഓൺലൈനിൽ ഭയങ്കര പ്രൈസ് കുറവാണെന്ന്. ഈ മൂൺകോട്ടസിലൊക്കെ 399 രൂപേൻ്റെ സാധനം ഇവിടെ സെയിം സാധനം ഉണ്ട്. ആ ഒരു റേഞ്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അനാർക്കലി നോക്കിയത് കൊണ്ട് കോട്ടൻ്റെ ഒരു അനാർക്കലി എനിക്ക് കാണിച്ചു തന്നതാണ്. അതും ആ 1000 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. പക്ഷേ ലോങ് സൈഡ് ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷേ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗി തോന്നുന്നില്ല. പിന്നെ എനിക്ക് അനാർക്കലി വേറെ മോഡലുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ സെക്ഷനിലേക്ക് തന്നെ വീണ്ടും വന്നു. അതിൽ പല കളറിലും ഉണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല, എനിക്കൊരു റെഡ് അനാർക്കലി ഉണ്ട്. അതേ മോഡൽ തന്നെ നല്ല ഫ്ലെയർ ആയിട്ട് തന്നെയുള്ള കുറേ സെയിം സംഭവം പല കളർ ഷെയ്ഡിൽ അവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നൊരു രീതിയിലായതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമല്ല. സൈഡ് രണ്ടും പൊങ്ങി നിൽക്കുക, ഫ്രണ്ട് ഇങ്ങനെ ഒരു തൂങ്ങി നിൽക്കുന്നൊരു രീതിയിലാണ്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായില്ല. എല്ലാം ഞാൻ നോക്കി അങ്ങനെ തന്നെയാണോ എന്ന് നോക്കുന്ന സമയത്ത് എല്ലാം അങ്ങനെയാണ്. ഒരു നമുക്ക് ഒരു കംഫർട്ട്, ഒരു അൺകംഫർട്ട് എന്ന് പറയല്ലേ, ആ ഒരു ഫീലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. വേറെയും കുറേ എണ്ണം എടുത്തിട്ട് തരുന്നുണ്ട് കേട്ടോ, ഈ അനാർക്കലി മോഡൽ തന്നെ. അങ്ങനെ ഈ ഒരു റോസല്ല,
ചുരിദാർ. ഇതും 1000 റേഞ്ച് വരുന്നുള്ളൂ കേട്ടോ. നല്ല വർക്കുണ്ട്, ത്രെഡ് വർക്കാണ് വരുന്നത്. ഷാളിലും നല്ല വർക്കുണ്ട്. അപ്പം ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ച് ഒക്കെ നോക്കിയൊക്കെ സെറ്റാക്കിയതായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ XXL ഉള്ളൂ, XL ഇല്ല. XXL ആയതുകൊണ്ട് എനിക്കത് ലൂസാണ്. പിന്നെ ഞാനിതേ ഇതാണ് ഇട്ട് നോക്കിയത്. ഇതേ സെയിം കളർ എനിക്കുള്ളത് കൊണ്ട് പിന്നെ ഇതെടുത്തില്ല. ഇതിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളറാട്ടോ എടുത്തത്. നല്ല ഹെവി വർക്കുണ്ട്. ഇതും 1000 റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. 999 ആണ് വരുന്നത്. നല്ല ഹെവി വർക്ക്, അതും ഒറിജിനൽ മിറർ വർക്കാട്ടോ വരുന്നത്. ഇത് പുറത്ത് നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും കേട്ടോ. കുറേ യൂട്യൂബർമാരുണ്ടല്ലോ, അപ്പോൾ ഞാൻ തട്ടം ഇട്ടിങ്ങാണ് കണ്ണനെ വരച്ച് മനുഷ്യനെ ഉപദ്രവിക്കാൻ പാടില്ല. തട്ടം ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ട് തല തട്ടലല്ലേ മക്കളെ, ജസ്റ്റ് ദീനിയായി കാക്കക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കാക്കക്കില്ല, വാപ്പക്കില്ല, അമ്മക്കില്ല, ആർക്കും കുഴപ്പമില്ല. നാട്ടുകാർക്ക് പ്രശ്നം തട്ടായിരുന്നു, അങ്ങ് മാറ്റിക്കാൻ. ഞാൻ കൊട മടക്കുന്നത് കണ്ടില്ലേ? ഇതേ സാധനം വാങ്ങിട്ടോ മക്കളെ. നല്ല പ്രൈസ് കുറവിലാണ് ഉള്ളത് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ട്. ഞാൻ 1000 രൂപയ്ക്ക് 2 ഡ്രസ്സ് എടുത്ത് കിട്ടോ. അല്ല, 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് 2 ഡ്രസ്സ് എടുത്ത് കിട്ടോ. 1000 ഒന്നിന് വരുന്നത്, ഒന്ന് 1000 വരുന്നത്. പക്ഷെ ഒന്ന് നല്ല പാർട്ടി വെയർ പോലെയാണ്, ഒന്ന് ധാവണിയാണ്. ഞാൻ ഇതിൽ കാണിച്ചു തരാം. എനിക്ക് വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാനുള്ള എൻ്റെ ക്യാമറമാൻ ഇപ്പോൾ വേറെ ബസ് കയറും. അതുകൊണ്ട് ഇവിടെ ഏതോ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ചായ ചോറ് കുടിക്കും. ഞാൻ കൊട മടക്കുന്നത് കണ്ടില്ലേ? ഇതേ സാധനം വാങ്ങിട്ടോ മക്കളെ. നല്ല പ്രൈസ് കുറവിലാണ് ഉള്ളത് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ട്. ഞാൻ 1000 രൂപയ്ക്ക് 2 ഡ്രസ്സ് എടുത്ത് കിട്ടോ. അല്ല, 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് 2 ഡ്രസ്സ് എടുത്ത് കിട്ടോ. 1000 ഒന്നിന് വരുന്നത്, ഒന്ന് 1000 വരുന്നത്. പക്ഷെ ഒന്ന് നല്ല പാർട്ടി വെയർ പോലെയാണ്, ഒന്ന് ധാവണിയാണ്. ഞാൻ ഇതിൽ കാണിച്ചു തരാം. എനിക്ക് വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാനുള്ള എൻ്റെ ക്യാമറമാൻ ഇപ്പോൾ വേറെ ബസ് കയറും. അതുകൊണ്ട് ഇവിടെ ഏതോ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ചായ ചോറ് കുടിക്കും. അപ്പൊ ചായ അല്ല, ചോറല്ല, നമ്മളെ മധുരത്തിന് മധുരം വാങ്ങി കൊടുക്കാനേ മലബാർ ഗോൾഡ് കയറിയിട്ട് പോയി ചോദിച്ചു നോക്കിയാൽ മതി, ദീപാവലി മുട്ടായി ഉണ്ടോന്ന്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഗൈസ്, വേറൊരു കാര്യമായിട്ട് പറഞ്ഞുതരാം. ഇതൊരു സ്പോൺസറാട്ടോ. എനിക്ക് ദീപാവലിക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊരു സ്പോൺസറാണ്. ഇത് എടുത്തു തന്നിരിക്കുന്നത് ആളുടെ പേര് മെൻഷൻ ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. എൻ്റെ മതസ്ഥൻ എന്ന് പറയാൻ ഒരു അപ്പോൾ എന്നെപ്പോലെ തന്നെ ജനിച്ച് വളർന്ന ഒരാൾ, അങ്ങനെ പറയാനേ ഇഷ്ടമുള്ളൂ. അദ്ദേഹത്തിനും അങ്ങനെയാണ്, എനിക്കും അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പാണിത്. അപ്പം എൻ്റെ മോൾക്ക് ദീപാവലി മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് മേടിക്കണം. പിന്നെ ആരാണ്ടോ കുട്ടീനെ KSRTC ബസ് കയറ്റി വിടണം. ആ സ്വിഫ്റ്റില് മൂത്താപ്പനെ വിളിച്ചിരുന്നാൽ മതി. മൂത്താപ്പ ഞാൻ ബസ് കയറി പറഞ്ഞു. മൂത്താപ്പ എന്നോട് എപ്പോഴും കൈ പിടിക്കാൻ പറഞ്ഞതല്ലേ. ഓഹോ, അപ്പൊ അങ്ങനെയാണ്. അല്ലോ, ഇത് എന്ത് വെയിറ്റ് ആണോ? 2 ഇവിടെ എവിടെയോ ഒരു ബേക്കറി ഉണ്ടായിരുന്നല്ലോ, കൂട്ടിപ്പോയി. ഇനിയിപ്പോ കിടന്നപ്പോ മേടിക്കാം. നിനക്കിപ്പോ മേടിച്ചു തരാന് അയച്ചു തരാന് സ്കാനർ നെറ്റും ഇല്ലല്ലേ? ഹായ്, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പം അയ്യോ, എൻ്റെ ഫോണ് ഞാൻ എവിടേക്ക് വെച്ചു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കൂ, ഇതേതാണ്? ഇതല്ലല്ലോ എൻ്റെ ഫോണ്, ആമേശമതാണ്. കുപ്പിവെള്ളം. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ആഴ്ചക്ക് ഡ്രസ്സ് എടുക്കുന്നത് കൊണ്ട് എനിക്ക്
ഇങ്ങനെ വലിയ റേഞ്ചിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നീട് അത് അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഹെവി എടുത്താൽ നമുക്ക് നോർമലായിട്ട് ഉള്ള ഇതിന് ഇടാനും പറ്റില്ല. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ കുറച്ച് ഹെവിയാണ്. ഇത് ഹൗസ് വാമിങ്ങിൻ്റെ ആ സമയത്തേക്ക് എടുത്തതാണ്. അപ്പം ഞാനിതുവരെ ശോഭികയിലൊക്കെ പോയി വസ്ത്രമാളിക എന്താ അതിൻ്റെ പേര് എന്തോ ഒരു പേരുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം സംഗീതത്തിൽ ഞാനിതിന് മുമ്പ് എനിക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടായിട്ട് ഞാൻ ഇതുപോണം പട്ടുപാവാടയും കുപ്പായം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇന്നാണ് സംഗീതത്തിലെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണുന്നതും. ഞാൻ എടുത്തത് 1998 രൂപ. 2000 രൂപക്ക് 2 രൂപ കുറവാണുള്ളതെങ്കിൽ പോലും എനിക്ക് അടിപൊളി 2 ഡ്രസ്സാണ് കിട്ടിയത്. ഡ്രസ്സ് നിങ്ങൾ കണ്ടതാണ് എങ്കിൽ പോലും ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒന്നതാ ഈ ധാവണിയാണ്. ധാവണി ഇത് ദുപ്പട്ട വരുന്നത് നല്ല ക്വാളിറ്റി ദുപ്പട്ടയാട്ടോ, ലോക്കൽ ദുപ്പട്ടയൊന്നുമല്ല. ബ്ലൗസ് അടിച്ചിരിക്കുന്നതൊക്കെ നല്ല വൃത്തിക്ക് അടിച്ചിരിക്കുന്നുണ്ട്. നല്ല മോഡലായിട്ട് നല്ല വൃത്തിക്ക് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എനിക്കൊക്കെ നല്ല സുഖമാട്ടോ. ഇനി ഞാൻ ശോഭികയിൽ പോയിട്ട് തപ്പാൻ നിൽക്കൂല. അതിനെക്കാട്ടിലും മക്കളെ എന്തൊരു വെയിറ്റാണെന്നറിയോ ഇതിന്. നല്ല ഹെവി വർക്കാണ് ഇതിന്. അതും ഒറിജിനൽ മിറർ വർക്ക് കേട്ടോ. ഷാള് അതിനെക്കാട്ടിലും നല്ല വർക്കുള്ള. അപ്പം എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നി. അപ്പോൾ അതൊന്നും നിങ്ങളോട് പറയണം തോന്നി. അങ്ങനെ എല്ലാം കൂടി ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങോട്ടും പോന്നു, മകൻ അങ്ങോട്ടും പോയി. മകന് ബ്ലോക്കായിട്ട് ലേറ്റായി എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിക്കോ. അതാകുമ്പോൾ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്. എൻ്റെ വീട്ടിലേക്ക് പോകുമ്പം ചിലപ്പോൾ ബസ്സില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെയാണ് അത്. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരാൾ സ്പോൺസർ ചെയ്തതാണ്. എന്നെപ്പോലെ തന്നെ ഒരാൾ മുസ്ലിം മതസ്ഥനായിട്ട് ജനിച്ചു. മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലാത്തിലും വിശ്വസിക്കുന്ന ഒരാൾ. ഇതിനു മുമ്പ് ഉളയനാട് അമ്പലത്തിൽ കുറച്ച് അമ്മമാർക്ക് ഫോട്ടോ ഒക്കെ സ്പോൺസർ ചെയ്ത ഒരാളാണ്. അത്രമേൽ ഉള്ള ഒരാളപ്പം അദ്ദേഹം എന്താ പറയുക, ദീപാവലിക്ക് ഒരു ഗിഫ്റ്റായിട്ട് എന്നെ ഏൽപ്പിച്ചൊരു സാധനമാണ്. അപ്പം സെലക്ട് എനിക്ക് എന്താണോ എൻ്റെ മനസ്സിന് തോന്നുന്നത് അതെന്ത് തന്നെയായാലും അതെടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച് വിട്ടു. അപ്പം ഞാൻ ഈ 2 എണ്ണം എടുത്തതാണ്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടി ഭയങ്കര ടയേർഡായിട്ടോ. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം ഒന്ന് കുളിക്കാൻ, എന്നാലേ ഒന്ന് സമാധാനമാവുള്ളൂ. നേരെ ഓടിപ്പടിഞ്ഞ് പോയിട്ട് കുളിക്കാനൊന്നുള്ള ശേഷിപ്പ് എനിക്കില്ല. കാരണം അത്രമേൽ ബസ് ടൈറ്റിൽ ഓടുമായിരുന്നു, പോരാത്തതിന് ബ്ലോക്കും ആയിരുന്നു. എല്ലാം കൂടി ടയേർഡായി. പോരാത്തതിനൊരു ഈ മെറ്റീരിയലിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇരിക്കുമ്പോഴേക്കൊക്കെ ഒരുങ്ങിപ്പോവുക, അങ്ങനത്തെ ഒരു മെറ്റീരിയലും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.